വിവിധ മത്സരങ്ങളും കലാപരിപാടികളുമായി ബത്തേരിയിൽ എക്യൂമെനിക്കൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. പൂമല ഹോളിക്രോസ് ദേവാലയ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടി ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. സുൽത്താൻ ബത്തേരി പ്രദേശത്തെ 8 എപ്പിസ്കോപ്പൽ സഭകൾ ചേർന്നാണ് ബത്തേരിയിൽ എക്യൂമെനിക്കൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. പൂമല ഹോളിക്രോസ് ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. ക്രിസ്മസ് പപ്പ മത്സരം, കരോൾ ഗാനമത്സരം എന്നിവ നടന്നു. പൊതുസമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സഭ സുറിയാനി ഭദ്രാസനം മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് ഉദ്ഘാടനം ചെയ്തു. കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്നുള്ള അറിയിപ്പ് അവർ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇവിടെയായത്. പ്രിയമുള്ളവരെ, അങ്ങനെ ബുദ്ധിമാന്മാർ അവിടേക്ക് വന്ന് ശിശുവിനെ കാണുകയും ശിശുവിനെ ആരാധിക്കുകയും കാഴ്ചകൾ നൽകി അവനെ ആദരിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടാണ്. സത്യത്തിൽ യേശു തമ്പുരാൻ എവിടെയാണ് ജനിച്ചത്? വേദപുസ്തകത്തിൽ വ്യക്തമായ തെളിവില്ല. ജനിച്ച സമയത്ത് എവിടാണെന്നാണ്. സൂക്ഷ്മമായി പരിശോധിക്കണം തിരുവചനം. സത്രത്തിൽ ഇടമില്ലായിരുന്നു എന്നേ ഉള്ളൂ. അപ്പം അവിടെയല്ല പ്രസവം നടന്നതെന്നുള്ളത് മനസ്സിലായി. നമ്മുടെ അനേക വേദപുസ്തക വിവർത്തനങ്ങളിൽ കാലിത്തൊഴുത്തിൽ എന്ന് ഒരു വിശദമായ പാട്ടുണ്ട്, വളരെ ഹൃദയസ്പർശിയായ പാട്ടുമുണ്ട്, കാലിത്തൊഴുത്തിൽ പിറന്നവൻ എന്നുള്ളത്. പക്ഷേ കർത്താവ് ജനിച്ചത് അവിടെയൊന്നുമല്ല, പിറന്ന് വീണത് അവിടെയല്ല. എന്നാൽ ഇവരൊക്കെ ചെന്ന് കാണുമ്പോൾ, സമയം കഴിഞ്ഞു, അത് ചെന്ന് കാണുമ്പോൾ കാണുന്നത് കാലികൾക്ക് വേണ്ടി പുല്ല് വെച്ചിരിക്കുന്ന പുൽത്തൊട്ടിലാണ്. എക്യുമെനിക്കൽ ഫോറത്തിന്റെ പരിധിയിൽ കഴിഞ്ഞ അധ്യയന വർഷം +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും നൽകി. പൊതുസമ്മേളനത്തിന് ശേഷം നടന്ന കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ആഘോഷ പരിപാടികൾക്ക് ഫാദർ പോൾ ആൻഡ്രൂസ്, വിൻസെന്റ് വട്ടപ്പാറയിൽ, ഫാദർ ജോസഫ് പി വർഗീസ്, ഫാദർ ഏലിയാസ് കാരക്കുന്നേൽ, ഫാദർ ജോസഫ് പരുവമ്മൽ, ഫാദർ നിബിൻ ജേക്കബ്, ഫാദർ ബെന്നിയിടേത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, ബത്തേരി.